ഇന്നേ ഞാനൊരു പുതിയ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇതെന്തെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇത് കുറച്ച് ചക്കക്കുരു നല്ലവണ്ണം തൊലിച്ച ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതൊന്ന് ഞാനൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനൊന്ന് പോവുകയാണേ. അതിന് മുമ്പായിട്ട് ഇത് എന്ത് കറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് കാളൻ അല്ലെങ്കിൽ മുളകോശം എന്ന് പറയും. പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ സ്ഥിരം വീട്ടിലെ കറിയാണ് ഇത്. പണ്ട് ചക്കയും മാങ്ങയും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്ന കാലത്ത് മിക്കവരുടെ വീട്ടിലെ ഈ സ്ഥിരം കറിയാണ് ഇത്. ഞാനിതൊന്ന് അല്പം ഉപ്പിട്ടൊന്ന് അടുപ്പിലോട്ടൊന്ന് വെക്കട്ടെ. അതൊന്ന് നല്ല വെള്ളം തിളച്ച് കിട്ടുന്നുണ്ട്. ആ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിലുള്ള വേറൊരു സാധനം കൂടെ ചേർക്കാനുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. നല്ല പുളിപ്പുള്ള കുറച്ച് മാങ്ങയും ചീരയുടെ തണ്ടും കൂടെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിലോട്ടൊന്ന് ഇടാം. ഞാൻ അതിലോട്ടൊന്ന് ഇടുവാണ്, ഇത് രണ്ടും കൂടെ. ഇനി ഇതൊന്ന് നല്ലവണ്ണം വേവട്ടെ. ചീരയുടെ തണ്ടും മാങ്ങയും എല്ലാം നല്ല വെന്ത് ചക്കക്കുരുവിനോട് കൂടി ചേരട്ടെ. ആ സമയം നമുക്കൊരു കൂട്ടുണ്ടാക്കാം. ഓക്കെ, ഞാനതിൻ്റെ കൂട്ടൊന്ന് പറഞ്ഞു തരട്ടെ. ഒരു അരമുറി വേണ്ട, ഒരു അരമുറിയുടെ പകുതി തേങ്ങ ഞാനൊന്ന് ചിരുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്ലി വെളുത്തുള്ളി ഓപ്ഷനാണ്, വേണമെങ്കിൽ മതി. കാരണം ചക്കക്കുരു ആയതുകൊണ്ട് ഗ്യാസ് ഉണ്ടാവാൻ ചിലർക്ക് ചാൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരല്ലി വെളുത്തുള്ളി, ഒരല്പം ജീരകം, ഇത്രയും ഒരു അര സ്പൂൺ കുരുമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിന് കറിവേപ്പില വേണം. കറിവേപ്പില അതിൻ്റെ കൂടെ അരയ്ക്കേണ്ട. അവസാനം നമ്മളെല്ലാം ഈ കറി എല്ലാം റെഡി ആയതിന് ശേഷം പിച്ചതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഇട്ടാൽ മതി. ഓക്കെ, അപ്പം ഞാനിതൊന്ന് അരച്ച് കൊണ്ടുവരട്ടെ. ഈ പരുവത്തിൽ വേണേ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഭയങ്കര മഷിയായിട്ടും അല്ല, എന്നാൽ തീരെ തുരുതുരുപ്പും ഇല്ലാതെ അരച്ചെടുക്കണം. ഒരുവിധം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ അതിലോട്ടൊന്ന് ഒഴിക്കട്ടെ. നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം നല്ലവണ്ണം വെന്ത് ചേർന്നിട്ടുണ്ട്. അതേ കൂടെ ഞാൻ ഈ കൂട്ടും കൂടെ ഒന്ന് ചേർക്കുവാണ്. ഇനി ഇത് ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് കിട്ടണം. തിളച്ച് കിട്ടുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ അതിൻ്റെ മുകളിലൊന്ന് ചിതറിയിടാം. ഓക്കെ, ഇത്തിരി കറിവേപ്പിലയെല്ലാം പിച്ചിട്ടിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. മാങ്ങയുടെയും കുരുമുളകിൻ്റെയും ചീരയുടെയും എല്ലാം കൂടെ നല്ല ഒരു മണം കേട്ടപ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇതൊന്ന് മറ്റൊരു പാത്രത്തിലോട്ട് ഞാനൊന്ന് പകർന്നു വയ്ക്കട്ടെ. നല്ല ചൂടോടുകൂടി അടിപൊളി കാളൻ അല്ലെങ്കിൽ മുളകോശം റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മീനോ ചിക്കനോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട്, പണ്ടത്തെ കാലത്തെ കറികളുടെ വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ.